വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിനിടയിലുണ്ടായ അപകടവും തുടർന്നുയരുന്ന ചട്ടലംഘനങ്ങളും വയനാട് തുരങ്കപാത പദ്ധതിയെ വലിയ നിയമക്കുരുക്കിലേക്ക് നയിക്കുന്നു. പദ്ധതി പ്രദേശത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെടണമെന്ന ആവശ്യവുമായി അന്താരാഷ്ട്ര സംഘടന രംഗത്തെത്തിയതോടെ തുരങ്കപാതയിൽ കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെ വിപുലമായ അന്വേഷണത്തിന് വഴിയൊരുങ്ങുകയാണ്. കള്ളാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി കൈകൂപ്പി അപേക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് തണ്ണീർത്തട സംരക്ഷണ അന്താരാഷ്ട്ര പ്രസ്ഥാനം ചീഫ് ജസ്റ്റിസിന് അടിയന്തര കത്തയച്ചത്. ദുരന്തത്തിന് ഇടയാക്കിയ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും പാരിസ്ഥിതിക അനുമതി നൽകിയതിലെ ക്രമക്കേടുകളെക്കുറിച്ചും സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ച് പോലീസും അന്വേഷണവും പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ളാടിയിലെ നിർമ്മാണ സ്ഥലത്ത് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും അനുമതി പത്രങ്ങളിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പ്രത്യേകമായി പരിശോധിക്കുകയും ചെയ്യും. നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അസാധാരണ വേഗതയിലാണ് 2134 കോടിയുടെ ഈ വൻകിട പദ്ധതിക്ക് ഒന്നാം ഘട്ട പാരിസ്ഥിതികാനുമതി ഒപ്പിച്ചെടുത്തതെന്ന രേഖകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന പാരിസ്ഥിതികാഘാത പഠന അതോറിറ്റി ചെയർമാൻ വിരമിക്കുന്ന ദിവസം ഈ ഒരു ഫയൽ മാത്രം പ്രത്യേകമായി വെച്ച് തിടുക്കത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിക്കുക പോലും ചെയ്യാതെയാണ് ഡൽഹിയിലെ കേന്ദ്ര വിദഗ്ധ സമിതി ഇതിന് പച്ചക്കൊടി കാണിച്ചത്. വയനാട്ടിലെ അതീവ പരിസ്ഥിതിലോല പ്രദേശത്തെ ഭൗമയാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സമിതി തയ്യാറായില്ലെന്ന ഗുരുതരമായ ആക്ഷേപവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്തിൽ പറയുന്നു. ദേശീയ തലത്തിൽ അംഗീകാരമില്ലാത്ത കൊങ്കൺ റെയിൽവേയാണ് പദ്ധതിയുടെ പാരിസ്ഥിതികാഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ പഠനം നടത്താൻ ഇവർക്ക് നിയമപരമായ അക്രഡിറ്റേഷൻ ഇല്ലെന്നാണ് ആക്ഷേപം. കേരളത്തെ നടുക്കിയ 2007 വാളംകോട് ദുരന്തത്തിന്റെയോ 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തങ്ങളുടെയോ ഡേറ്റകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുൻപുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരമൊരു പഠന റിപ്പോർട്ട് അധികൃതർ അംഗീകരിച്ചത് എന്നത് ദുരൂഹമാണ്. കനത്ത ഭാരമുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോഴും വൻതോതിൽ പാറ പൊട്ടിക്കുമ്പോഴും ഉണ്ടാകാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നിശബ്ദത പാലിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ പോലീസിന്റെയും മറ്റ് സാങ്കേതിക വിദഗ്ധരുടെയും അന്വേഷണ പരിധിയിൽ വരും. 17.263 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഇല്ലാതാക്കുന്നത്. സമഗ്രമായ സർവേകൾ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നുണ്ടെങ്കിലും പദ്ധതിക്ക് അനുമതി നൽകാൻ ഇതൊന്നും തടസ്സമായില്ല എന്നത് വലിയ ചട്ടലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കള്ളാടിയിലെ ദുരന്തത്തോടെ പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആവശ്യം.